2020-ൽ കൊഴിഞ്ഞുപോക്ക് തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. NDA പ്രവേശനത്തിൽ പ്രതിഷേധിച്ചാണ് മുതിർന്ന നേതാക്കളടക്കം പാർട്ടി വിട്ടുകൊണ്ടിരിക്കുന്നത്. അമൽനാഥ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽനാഥ്, ഒടുവിൽ സാബു ജേക്കബ് NDAയിലേക്ക് എത്തിയിരിക്കുന്നു. അതൊരു അപ്രതീക്ഷിത സംഭവമല്ല എന്ന് അയാളുടെ നിലപാടുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ സാബു ജേക്കബിന്റെ NDA പ്രവേശനം 2020-ക്കുള്ളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണോ? പല നേതാക്കളും പാർട്ടി വിടുകയാണോ? എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മനു, 2020 NDAയുടെ ഭാഗമായതോടുകൂടി വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി തന്നെയാണ് നമുക്ക് സംഘടനക്കകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ അതിന് സമാനമായ സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. അതായത് നിരവധി നേതാക്കൾ 2020 എന്ന സംഘടന വിട്ട് മറ്റ് മുന്നണികളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിൽ 2020 എന്ന സംഘടന അത് NDA എന്ന മുന്നണിയുടെ ഭാഗമായത് അത് ഒരു തരത്തിലുള്ള ഗൂഢാലോചനയും ഇല്ലാതെ അല്ലെങ്കിൽ കൂടിയാലോചനയും ഇല്ലാതെയാണ് എന്നാണ് നിലവിൽ ഇപ്പോൾ പാർട്ടി വിട്ട മുതിർന്ന നേതാക്കളടക്കം നിലവിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് പോയി ഇത്തരത്തിൽ സാബു ജേക്കബിന്റെ മാത്രം നേതൃത്വത്തിൽ അല്ലെങ്കിൽ സാബു ജേക്കബിന്റെ മാത്രം തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ 2020 NDAയുടെ ഭാഗമായത് എന്നാണ് മറ്റ് നേതാക്കളൊക്കെ തന്നെയും നിലവിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. പാർലമെന്ററി ബോർഡ് അംഗങ്ങളോ ഒപ്പം തന്നെ വാർഡ് കമ്മിറ്റിയോ അല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികളോ ഒന്നും തന്നെ ഇത്തരത്തിൽ ഈ NDAയുടെ ഭാഗമാകുന്ന കാര്യം അറിഞ്ഞിട്ടില്ല എന്ന കാര്യവും കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാക്കളൊക്കെ തന്നെയും സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ 2020-ൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും കൃത്യമായി മുതിർന്ന നേതാക്കൾ പുറത്തുവിടുകയും ഉണ്ടായിരുന്നു. ഈ 2020-ക്കകത്ത് സാബു ജേക്കബിന്റെ ഏകാധിപത്യമായ ഭരണമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു തരത്തിലും അതായത് ഇപ്പോൾ NDA എന്ന മുന്നണിയുടെ ഭാഗമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ ഒരു തീരുമാനം ഒരു കൂടിയാലോചനയുടെ ഭാഗമായി അല്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളും ഈ മുതിർന്ന നേതാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലടക്കം ഈ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത്, ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകൾ വെക്കുന്നത്, ഒപ്പം തന്നെ മറ്റ് ഫണ്ട് വിനിയോഗിക്കുന്നത്, ഇതൊക്കെ തന്നെ സാബു ജേക്കബിന്റെ മാത്രം തീരുമാനത്തിന്റെ ബലത്തിലാണ്. മറ്റാരും തന്നെ അല്ലെങ്കിൽ മറ്റാരുമായും തന്നെ ഒരു ആലോചനയിലേക്കും സാബു ജേക്കബ് കടന്നിട്ടില്ല എന്ന കാര്യം കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാക്കൾ സൂചിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങളോട് ചെയ്ത വലിയ വഞ്ചനയാണ് ഇത് എന്നും തന്നെ ഇവർ പറയുന്നു. കാരണം ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ BJPയുടെ ഭാഗമാകുള്ള ഒരു തീരുമാനത്തിലേക്ക് 2020 കടന്നിരുന്നു. അതിന്റെ നീക്കങ്ങളൊക്കെ തന്നെ കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിരുന്നു. അതായത് സബ്സിഡിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് ഒരു സർവേ നടത്തിയിരുന്നു. ആ സർവേ ഈ BJPയുടെ ഭാഗമാകുന്നതിന്റെ ഭാഗമായാണ് എന്ന കാര്യങ്ങളാണ് മുതിർന്ന നേതാക്കൾ സൂചിപ്പിക്കുന്നത്. ജനങ്ങളുടെ ജാതിയും മതവും ചോദിച്ചുകൊണ്ടുള്ള ഒരു സർവേ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ഈ സർവേ നടത്തുകയും അത് 2020 എന്ന സംഘടന NDAയുടെ ഭാഗമാകുന്നതിന്റെ ഒരു ഏറ്റവും തുടക്കം എന്ന രീതിയിലായിരുന്നു എന്നും ഈ മുതിർന്ന നേതാക്കൾ സൂചിപ്പിക്കുന്നു. ഇത്തരത്തിൽ ജനങ്ങളെ കൃത്യമായ രീതിയിൽ വഞ്ചിക്കുന്ന ഒരു നടപടിയാണ് സാബു ജേക്കബിന്റെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നും ഈ മുതിർന്ന നേതാക്കൾ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ 2020 എന്ന സംഘടന രൂപീകരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. മറ്റ് മുന്നണിയുടെ ഭാഗമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ 2020 എന്ന സംഘടന പിരിച്ചുവിടുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് കടക്കുമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ തീരുമാനിച്ചതാണ്. എന്നാൽ അതിനെ അടക്കം ലംഘിച്ചുകൊണ്ടാണ് നിലവിൽ 2020 എന്ന സംഘടന BJPയുടെ ഭാഗമായിരിക്കുന്നത്. അത് സാബു ജേക്കബിന്റെ മാത്രം തീരുമാനം തന്നെയാണ്. മറ്റ് നേതാക്കളൊന്നും തന്നെ ഈ ഒരു കാര്യം അറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഈ ഒരു ലയനം നടന്നു അല്ലെങ്കിൽ BJPയുടെ ഭാഗമായി 2020 മാറിക്കഴിഞ്ഞു എന്ന് മാധ്യമങ്ങളുടെ മാത്രമാണ് തങ്ങൾ അറിഞ്ഞത് എന്നാണ് നിലവിൽ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള കൊഴിഞ്ഞുപോക്ക് വരും ദിവസങ്ങളിലും തുടരും എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അമൽ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, അവിടെ വടവുകാട് എന്ന് പറയുന്ന പഞ്ചായത്തുണ്ടല്ലോ എറണാകുളം ജില്ലയിൽ. അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ 2020-യും UDF-ഉം ഒരുമിച്ചല്ലേ നിൽക്കുന്നത്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ LDF-നെ ഭരണത്തിൽ കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് 2020-യും UDF-ഉം ചേർന്നാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ ഈ 2020 NDAയിൽ പോയതോടുകൂടി അവിടുത്തെ UDF അംഗങ്ങളുടെ നിലപാട് എന്താണ്? കൊച്ചിയിലെ UDF നേതൃത്വം അതിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ അമൽ? മനു, തീർച്ചയായും മനു ഇപ്പോൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ 2020-യും UDF-ഉം തമ്മിൽ ഭരിക്കുന്ന ഇടങ്ങളുണ്ട്. ഇത്തരത്തിൽ ഈ 2020-യിലെ പ്രവർത്തകർ അവർ NDAയുടെ ഭാഗമായതോടുകൂടി അത് UDF-നും വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു എന്ന് തന്നെ നിലവിൽ പറയേണ്ടിയിരിക്കുന്നു. ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് നിലവിൽ ഇപ്പോഴും UDF കടക്കുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഒരു പക്ഷേ ഇവർ ഇനിയും അതായത് 2020 വിടുന്ന മറ്റ് പ്രവർത്തകരൊക്കെ തന്നെയും ഏത് മുന്നണിയിലേക്ക് പോകുന്നു എന്നൊക്കെ നമുക്കറിയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ മുതിർന്ന നിരവധി ജനപ്രതിനിധികൾ അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ UDF-ലേക്ക് പോയ
ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്ത് തന്നെയായാലും ഈ ഒരു സംഭവം, അതായത് 2020 എന്ന സംഘടന അത് NDയുടെ ഭാഗമായിരിക്കുന്നത് അത് UDF-നും ഒരു തലവേദനയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിലവിൽ കടന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്ന് തന്നെ മുതിർന്ന നേതാക്കളടക്കം നിലവിൽ ഇപ്പോൾ 2020 എന്ന സംഘടന വിട്ടിരിക്കുകയാണ്. ഈ വരും ദിവസങ്ങളിലും കൂടുതൽ കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടാകും. അവർ ഏത് മുന്നണികളിലേക്ക് പോകുന്നു എന്നതടക്കം നമുക്കിനി കാത്തിരുന്ന് കണ്ടിരിക്കുന്നു. ശരി, ഏതായാലും 2020 വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. NDA പ്രവേശനത്തെ തുടർന്ന് മുതിർന്ന നേതാക്കളടക്കം പാർട്ടി വിടുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ അവർ മാധ്യമങ്ങളുടെ മുൻപിലെത്തി കൂടുതൽ നിലപാടുകൾ പരസ്യമായി പറയാനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ കാണുന്നുണ്ട്. പ്രധാനമായും ഈ നേതാക്കളൊക്കെ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ സാബു ജേക്കബിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് NDAയിലേക്ക് പോയത്, പാർട്ടിയിൽ യാതൊരു വിധത്തിലുള്ള ആലോചനയും നടത്തിയിട്ടില്ല എന്ന ആക്ഷേപമാണ് അവരൊക്കെ ഉന്നയിക്കുന്നത്. NDAയിലേക്ക് പോകാൻ അവരാരും താല്പര്യപ്പെടുന്നില്ല എന്നതാണ് വസ്തുത. ഇനി അതിന്റെ കൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഈ വടവുകോട് അടക്കമുള്ള പല പഞ്ചായത്തുകളിലും UDF-ഉം 2020 ഒരുമിച്ചാണ് നിൽക്കുന്നത്, LDF-നെ അധികാരത്തിൽ കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയൊക്കെ UDF-ന്റെ കോൺഗ്രസിന്റെ നിലപാട് എന്താകും? വീണ്ടും ഇവരുടെ കൂടെ തന്നെ സഹകരിക്കുമോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നിങ്ങളൊരു കാര്യം ഓർക്കുക, 2020 ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് അവർക്കുണ്ടായത്. പലയിടങ്ങളിലും അവരുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനടക്കം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ നിലനിൽപ്പ് തന്നെ ആശങ്കയിലാകുന്ന സാഹചര്യത്തിലാണ് സാബു M ജേക്കബ് എന്ന് പറയുന്ന മുതലാളി ഇപ്പോൾ NDA പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ അത് ആ പാർട്ടിയെ വിശ്വസിച്ച്, അദ്ദേഹത്തെ വിശ്വസിച്ച് ആ പാർട്ടിയിൽ ചേർന്ന പലർക്കും NDAയിൽ പോകുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല, ദഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വിവരങ്ങളാണ് അമൽനാഥ് നമുക്ക് നൽകിയത്.